നിങ്ങൾ ഏത് വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ് വീഡിയോ എഡിറ്റ് ചെയ്യാൻ താഴെ നിന്ന് കമൻറ്റ് ചെയ്യാമോ? ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ നിങ്ങൾക്കൊരു അടിപൊളി ആപ്ലിക്കേഷൻ വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കറൻറ്റ്ലി ലോഞ്ച് അല്ല, പക്ഷേ ഫെബ്രുവരി ആകുമ്പോഴേക്കും അത് ലോഞ്ച് ചെയ്യും. നല്ല അടിപൊളിയായിട്ടുള്ള അഡ്വാൻസ് ഫീച്ചേഴ്സ് ഉള്ള ഒരു ആപ്ലിക്കേഷനാണ്. സോ ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന CapCut, അതുപോലെ തന്നെ VN എഡിറ്റർ, അതുപോലെ തന്നെ ലാപ്ടോപ്പിലാണെങ്കിൽ പ്രീമിയർ പ്രോ എന്നുള്ള ആപ്ലിക്കേഷൻസ് ആണ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർസ് ആണ് മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത്. ഒരുപാട് പേര് ഇൻഷോട്ട്സ് എന്ന ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഇൻഷോട്ട് എന്നുള്ള ആപ്ലിക്കേഷൻസ്. പക്ഷേ സ്റ്റാർട്ടിംഗ് ടൈമിൽ അല്ലെങ്കിൽ ബിഗിനർ ആയിരിക്കുമ്പോഴൊക്കെ ഞാൻ KineMaster യൂസ് ചെയ്യുന്നുണ്ട്. KineMaster നല്ല അടിപൊളിയായിട്ട് പ്രൊഫഷണലായിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അടിപൊളിയായിട്ട് ഒരുപാട് ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. നിങ്ങൾ ഏതാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഒരു ആപ്ലിക്കേഷനാണ്. CapCut ഒക്കെ ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഒരുപാട് ആനിമേഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് അഡ്വാൻസ് ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള ഒരു ആപ്ലിക്കേഷനാണ് CapCut എന്നുള്ളത്. സോ ആ ഒരു CapCutന് ശേഷമാണ് ഈ ഒരു വീഡിയോ എഡിറ്റർ ലോഞ്ച് ചെയ്യുന്നത്. അതായത് ഈ ഒരു വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്യുന്നത് നിസ്സാരക്കാരല്ല. അതായത് ഇൻസ്റ്റഗ്രാമിൻ്റെ തന്നെയാണ് ഈ ഒരു ലോഞ്ച് ചെയ്യുന്നത്. ഒരു ഇൻസ്റ്റഗ്രാമിൽ തന്നെ ഒരു വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഒരുപാട് ക്രിയേറ്റേഴ്സിനൊക്കെ യൂസ്ഫുൾ ആയിരിക്കും. നല്ല അടിപൊളിയായിട്ടുള്ള അഡ്വാൻസ് ഫീച്ചേഴ്സുള്ള ആപ്ലിക്കേഷൻ തന്നെ ആയിരിക്കും ഇത്. അതായത് റീസെൻ്റ്ലി അനൗൺസ് ചെയ്തിട്ടുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ അതാണ് ഫെബ്രുവരി ആകുമ്പോഴേക്കും ഈ ഒരു ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്യും. ഒരുപാട് അഡ്വാൻസ് ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട് എന്ന് കേട്ട്. കറൻറ്റ്ലി ഇപ്പോൾ ആപ്പ് സ്റ്റോറിൽ അവൈലബിൾ ആണെന്ന് തോന്നുന്നു, പക്ഷേ പ്ലേ സ്റ്റോറിൽ ഇതുവരെ അവൈലബിൾ ആയിട്ടില്ല. അപ്പോൾ ഒരുപാട് ടെസ്റ്റിംഗ് മോഡായിരിക്കും. അപ്പോൾ എന്തായാലും നല്ലൊരു അടിപൊളി വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ ആയിരിക്കും. ക്രിയേറ്റേഴ്സിനൊക്കെ വളരെ യൂസ്ഫുൾ തന്നെ ആയിരിക്കും. വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ്റെ പേര് ഞാൻ ഇതുവരെ പറഞ്ഞില്ല അല്ലേ. അതായത് എഡിറ്റ്സ് എന്നാണ് ഈ ഒരു വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ്റെ പേര്. നിങ്ങൾ ജസ്റ്റ് എന്തായാലും ഈ ഒരു ഫെബ്രുവരി ലാസ്റ്റ് ആകുമ്പോഴേക്കും അല്ലെങ്കിൽ ഫെബ്രുവരി മിഡ് ആകുമ്പോഴേക്കും നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്യുക. പ്ലേ സ്റ്റോറിൽ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിലും ജസ്റ്റ് സെർച്ച് ചെയ്യുക. നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അതായത് ഫെബ്രുവരി ലോഞ്ച് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അതായത് ഒഫീഷ്യലി പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. ഏകദേശം ഫെബ്രുവരി ആകുമ്പോഴേക്കും ഈ ഒരു ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്യും. എന്തായാലും നിങ്ങൾക്ക് ഒരു ക്രിയേറ്റർ ആണെങ്കിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊന്നും ജസ്റ്റ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ കുറച്ചുകൂടി കംഫർട്ട് ആണെങ്കിൽ ജസ്റ്റ് യൂസ് ചെയ്യുക. എന്തായാലും ഇത് വൈകാതെ തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഈ ഒരു കാര്യം പറയാനാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. ഇൻസ്റ്റാഗ്രാം തന്നെ ഒരുപാട് അഡ്വാൻസ് ഫീച്ചേഴ്സ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരുന്നു. വീഡിയോ ഇഷ്ടപ്പെടുത്തി തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്തത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.